യു കെയിൽ ഇപ്പോൾ വിസയുടെ ഒരു പ്രശ്നം വന്ന സമയത്ത്, വിസ സ്ട്രിക്റ്റായ സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് കെയർ വിസയായിരുന്നു. അപ്പോൾ ഈ കെയർ വിസയിൽ പല ആൾക്കാരും സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്ന് PSW പീരീഡ് കഴിഞ്ഞ് ജോബ് കിട്ടാതെ തിരിച്ച് നാട്ടിലോട്ട് പോകേണ്ടി വരുന്ന സിറ്റുവേഷനിൽ പല ആൾക്കാരും പല കെയർ ഹോമുകളും എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് കള്ളത്തരത്തിൽ വിസ മേടിച്ചു എന്നിരുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് അവരുടെ പേരോളിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടാവും, പക്ഷേ അവിടെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ വേറെ വല്ല സ്ഥലങ്ങളിലോ വല്ല ഹോട്ടലിലോ അതല്ല എങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ വിസ ഇല്ലാത്ത ജോബ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതായത് സ്പോൺസർഷിപ്പ് ഇല്ലാത്ത ജോബ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. സാലറി ഉണ്ടാവും, നിങ്ങൾ ബൈ ഹാൻഡൊക്കെ ആയിട്ട് ക്യാഷ് വാങ്ങിക്കുന്നുണ്ടാവുക. പക്ഷേ റെക്കോർഡിക്കലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന UK ഗവൺമെൻറ് ഹോം ഓഫീസിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഈ XYZ എന്ന പേരുള്ള കെയർ ഹോമിലായിരിക്കും. ഈ കെയർ ഹോമിലെ എങ്ങനെയാണ് ഒരു കൈകാര്യം ചെയ്യുക? ഇവർ ഈ വ്യക്തിയുടെ പേരിൽ സാലറി ഈ വ്യക്തിയുടെ അക്കൗണ്ടിലോട്ട് നിക്ഷേപിക്കുന്നു. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യണം? അത് തിരിച്ച് ആ വ്യക്തി ആ സാലറി പ്ലസ് അതിൻ്റെ ടാക്സും ഈ വ്യക്തി അടയ്ക്കണം. എന്തുകൊണ്ടാണ്? കാരണം ടാക്സ് അടച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മളവിടെ വർക്ക് ചെയ്യുന്നുള്ളതിൻ്റെ ഇതുണ്ടാവുള്ളൂ. അപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ട് ടാക്സും അടച്ചും ഈ തന്ന സാലറിയും തിരിച്ചു കൊടുക്കുക, പകരം വേറെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുക. ഇതെന്തിനാ? ഈ ഒരു വിസയുടെ ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം. ഇങ്ങനെ ഒട്ടേറെ പേർ UK ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഹോം ഓഫീസ് കണ്ടെത്തിയിട്ട് ഇതിനെതിരെ കർശനമായ നടപടികൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വിസ ക്യാൻസലാക്കുക മാത്രമല്ല അവരുടെ ലൈസൻസ് റദ്ദാക്കുക എന്ന നടപടിക്രമങ്ങളിലോട്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയത്.